ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സബ്സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായിരുന്നു സെറ്റ്സ് എന്ന് പറയുന്നത്? കുറേ ഒബ്ജക്ട്സിൻ്റെ വെൽ ഡിഫൈൻഡ് കളക്ഷനെയാണ് നമ്മളൊരു സെറ്റ് എന്ന് വിളിച്ചത്. അതായത് ആ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ആര് പറഞ്ഞാലും ആ സെറ്റിലെ എലമെൻറ്റ്സ് അത് തന്നെ ആയിരിക്കണം. അങ്ങനെ വരുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ ഫോം? റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. ഈ രണ്ട് രീതിയിൽ നമുക്കൊരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചു സെറ്റ് ഫൈനൈറ്റും ഉണ്ട് ഇൻഫൈനൈറ്റും ഉണ്ട്. നമുക്ക് എണ്ണാൻ പറ്റുന്ന എലമെൻറ്റ്സേ ആ സെറ്റിലുള്ളൂ എങ്കിൽ അത് ഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് സെറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഈക്വൽ സെറ്റ്സും അൺഈക്വൽ സെറ്റ്സും ആണ്. ഈക്വൽ സെറ്റ്സ് എന്തായിരുന്നു? രണ്ട് സെറ്റ്സ് തന്നു. ആ രണ്ട് സെറ്റിലും സെയിം എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ രണ്ട് സെറ്റ്സിന് നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമ്മൾ അൺഈക്വൽ സെറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സബ്സെറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റിൻ്റെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഒരു സെറ്റിൻ്റെ സബായിട്ട് വരുന്ന സെറ്റ്. അതായത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഞാനൊരു എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ ഒരു സെറ്റാണ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് കൺസിഡർ എ സെറ്റ് വൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. വൈ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസും എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെയും സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെന്താണ്? എക്സ് എന്ന് പറയുന്ന സെറ്റിൽ വൈ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസും വരുമല്ലോ. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആരും കൂടിയാണ്? നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളും കൂടിയാണ്. അപ്പോൾ വൈയിലെ എല്ലാ എലമെൻസും ആരായിട്ട് വരും? എക്സിലെ എലമെൻസ് ആയിട്ട് വരും. വൈയിലെ എല്ലാ എലമെൻസും കണ്ടെയ്ൻഡ് ഇൻ സെറ്റ് എക്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയും. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. സബ്സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ആരാണ് ചെറിയ സെറ്റ്? വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വായിക്കാം? വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, അല്ലെങ്കിൽ വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറയുവാണെങ്കിൽ വൈ എന്ന് പറയുന്ന സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് എക്സ് എന്ന് സെറ്റിൽ വന്നാൽ വൈനെ എക്സിൻ്റെ സബ്സെറ്റാണെന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഇച്ചിരി കൂടി ഇതാക്കി നമ്മൾ പറയുവാണെങ്കിൽ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ്സ് എടുക്കുക. എ സബ്സെറ്റ് ഓഫ് ബി ആണ് എന്ന് പറയണമെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞ്? എയിൽ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻ്റ് എവിടെ ഉണ്ടാവണം? ബിയിലുണ്ടാവണം. അതായത് എയിൽ നിന്ന് ഞാനിപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു. അതെവിടെ ഉണ്ടാവണം? ഈ എലമെൻ്റ് ബി എന്ന് പറയുന്ന സെറ്റിലും ഉണ്ടെങ്കിൽ നമുക്ക് എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിലോ എ ബിയുടെ സബ്സെറ്റ് അല്ല എന്നപ്പോൾ എങ്ങനെ എഴുതും? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇനി അതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാവേ. ഒരു സെറ്റ് കൺസിഡർ ചെയ്യുക. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. അപ്പോൾ ഇതിൽ ആദ്യത്തെ എലമെൻ്റ് ആരാണ്? എ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് സെറ്റ് എയിലുണ്ട്. അത് ബിയിലുണ്ടോ? ഉണ്ട്. അപ്പോൾ എ ഈസ് ആൻ എലമെൻ്റ് ഓഫ് ബി ആണ്. അപ്പോൾ എ ഓക്കെ. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുക, ബി എന്ന് പറയുന്ന എലമെൻ്റ് സെറ്റ് എയിലുണ്ട്. പക്ഷേ ആ ഈ ബി എന്ന് പറയുന്ന സെറ്റിലുണ്ടോ? ഇല്ല. ബി എന്ന് പറയുന്ന സെറ്റിൽ സ്മോൾ ലെറ്റർ ബി, ആ ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ബി ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ബി. അപ്പോൾ അങ്ങനത്തെ കേസിൽ എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എയിലെ എല്ലാ എലമെൻസും ബിയിലില്ല. അതുപോലെ തിരിച്ചും പറയാൻ പറ്റില്ല. അപ്പോൾ ഹിയർ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റിന് എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാവോ? ഇപ്പം ഞാൻ എ എന്ന് പറയുന്നത് ഒരു 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സെറ്റാണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത്
1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സെറ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആരുടെ സബ്സെറ്റായിട്ട് വരും? ഇതാണ് ചെറിയ സെറ്റ് അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലുണ്ട്, അതെവിടെയും ഉണ്ട്, എയിലുണ്ട്. 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി ആണ്, 2 ഇവിടെയുണ്ട്. അതുപോലെ 3, 4, 5 ആ എല്ലാ എലമെൻറ്റ്സും എവിടെയുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പോൾ ബിയിലെ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റ് ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് സെറ്റ് എ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം? സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കുറേ നമ്പർ സിസ്റ്റത്തിൽ കുറേ നമ്പർ സിസ്റ്റം പഠിച്ചില്ലേ? അതൊക്കെയായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, അങ്ങനെ നമ്പേഴ്സ് പഠിച്ചു. അതിൽ ഞാൻ ക്യൂ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനായിരുന്നു? ഓർക്കുന്നുണ്ടോ? റാഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് വേർ P ആൻഡ് Q ആർ ഇൻറ്റീജേഴ്സ് ആയിരിക്കും ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0 ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റും കൺസിഡർ ചെയ്യുക. ഇതാരായിരുന്നു? 6 എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റും കൺസിഡർ ചെയ്യാം. ഇവിടെ ആരുടെ സബ്സെറ്റായിട്ട് വരും? ശരിയല്ലേ? ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് ആര് കൂടിയാണ്? അതൊരു റിയൽ നമ്പർ കൂടിയാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ആണ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഇത് നേരെ തിരിച്ച് പറയാൻ പറ്റുമോ? റിയൽ നമ്പർ റാഷണൽ നമ്പറിൻ്റെ സബ്സെറ്റായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ √2 എടുക്കുക. √2 ഒരു റിയൽ നമ്പർ ആണ് അല്ലേ. √2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആണ്. പക്ഷേ അതൊരു റാഷണൽ നമ്പർ ആണോ? അല്ല. √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ √2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ക്യൂ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? ആർ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പം നമ്മൾ എന്താ പറഞ്ഞേ? ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്താ കിട്ടിയേ? ചെറിയ സെറ്റ് വലിയ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ആ ചെറിയ സെറ്റ് എങ്ങനെ ഇരിക്കണം? ചെറുതായ മാത്രം പോരാ, അതിൽ ഏത് എലമെൻ്റ് എടുത്താലും ആ വലിയ സെറ്റിൽ വരുവാണെങ്കിൽ ചെറിയ സെറ്റിനെ വലിയ സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ വലിയ സെറ്റിനെ എന്തെന്ന് വിളിക്കും? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ്. സൂപ്പർ സെറ്റ് എന്ന് പറയുന്നപ്പോൾ ഇവിടെ ആരായിരുന്നു? ഇവിടെ നമ്മൾ എഴുതി y ഈസ് എ സബ്സെറ്റ് ഓഫ് x എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ആരാ സൂപ്പർ സെറ്റ്? y എക്സിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ x ആരാണ്? x സൂപ്പർ സെറ്റ് ഓഫ് y ആയിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലപ്പോൾ q ഈസ് എ സബ്സെറ്റ് ഓഫ് r ആണെങ്കിൽ r എന്ന് പറയുന്ന ആരായിരിക്കും? q-ൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറഞ്ഞു y ഈസ് എ സബ്സെറ്റ് ഓഫ് x എന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് പറയാൻ പറ്റിയാലോ? ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ചില കേസിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവിടെ നോക്കിയപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ് എന്ന് വെച്ചാൽ എയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതെവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. അതുപോലെ തിരിച്ചും പറഞ്ഞാൽ ബിയിലെ എലമെൻ്റ് എടുത്താലും അത് എയിലും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ രണ്ട് സെറ്റ് എങ്ങനെ ഇരിക്കും? അത് രണ്ടും ഈക്വൽ സെറ്റ് ആയിരിക്കും. എ ഈക്വൽ ടു ബി ആയിരിക്കും. എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാവേ നമുക്ക്. അതായത് ഞാൻ 2-3 സെറ്റ് തരാൻ പോവാണ്. എ ഈക്വൽ ടു 1, 2, 3, 15 etc. 15. B equal to 2, 4, 6, 8 and C equal to set 1, 2, 3, 4, 6, 8. ഈ 3 സെറ്റ് തന്നാൽ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകുമോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകുമോ? ഇല്ല. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. കാരണം എ എന്ന് പറയുന്ന ഒരു വലിയ സെറ്റാണ്. അപ്പോൾ അതിനൊരിക്കലും ബിയുടെ സബ്സെറ്റ് ആവാൻ പറ്റില്ല. പക്ഷെ തിരിച്ച് നമുക്ക് പറയാവോ? ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആകാവോ? ബിന്ന് 2 എടുക്കുക, ആ 2 എന്ന് പറയുന്ന എയിലുണ്ട്. അതുപോലെ 4 എടുക്കുക, അതും എയിലുണ്ട്. 6 എന്ന് പറയുന്ന എലമെൻറ്റ് ബിന്ന് എടുത്താൽ 6 ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് എ
ആൻഡ് 8 എന്ന് പറയുന്നതും ഈ രണ്ട് സെറ്റിലുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. നമ്മൾ തിരിച്ചിട്ടാൽ എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി എന്നും പറയാം. ഓക്കെ, ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആകുമോ? ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആകുമോ? ബിയിൽ 2 ഉണ്ട്, അത് സിയിലുമുണ്ട്. 4 എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലുണ്ട്, 4 എന്ന് പറയുന്ന എലമെൻറ്റ് സിയിലും ഉണ്ട്. 6 എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലുണ്ട്, അതുപോലെ 6 ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് സി ആൻഡ് ഓൾസോ 8 എലമെൻറ്റ് ഓഫ് ബി ആൻഡ് 8 ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് സി. അപ്പോൾ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആണ്. ഇനി നമുക്ക് എ, ഇവിടുന്ന് വേറെ എന്ത് റിലേഷൻ എഴുതാം? എയും സിയും കണക്ട് ചെയ്തിട്ട് എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് സി എഴുതാം അല്ലേ? ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഞാനൊരു വേറൊരു ഹോംവർക്ക് കൂടി തരാം നിങ്ങൾക്ക്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 6 7 8. B equal to 2 4 6. C equal to 1 3 5. ഇതിൽ എയും ബിയും തമ്മിലുള്ള റിലേഷനും എയും സിയും തമ്മിലുള്ള റിലേഷനും ബിയും സിയും തമ്മിലുള്ള റിലേഷനും എങ്ങനെ വരുമെന്ന് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവരും അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.